ഏവർക്കും നമസ്കാരം. കാബൂളിവാലയും മറ്റു കുട്ടിക്കഥകളും എന്ന പുസ്തകത്തിലെ 14ാമത്തെ ചാപ്റ്ററാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. ഒരിക്കൽ താഴോട്ടിറങ്ങുമ്പോൾ കാലിടറി. കയ്യിലുള്ള വടി ഞാനൊന്ന് ഊന്നി പിടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര ദൂരം ഉരുണ്ടു പോകുമായിരുന്നു എന്ന് കണക്കാക്കാൻ വയ്യ. അമ്മയോട് ഈ കഥ പലതവണ വർണ്ണിച്ചത് ഞാൻ ഓർത്തു പോകുന്നു. പൈൻമരക്കാട്ടിലൂടെ നടക്കുമ്പോൾ കരടികളുമായി മല്ലിട്ട കഥകളും പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റിയവയായിരുന്നു. ആ സംഭവങ്ങളൊന്നും നടക്കാത്തവയായിരുന്നു. മനസ്സിൽ ഒരു സാഹസികനായി അഭിനയിക്കുകയായിരുന്നു ഞാൻ. 17 വയസ്സായപ്പോഴാണ് ഇംഗ്ലണ്ടിലേക്ക് പോകണമെന്ന് തീർച്ചയാക്കിയത്. പോകുന്നതിന് മുൻപ് അവിടുത്തെ പെരുമാറ്റ രീതികളും മറ്റും മനസ്സിലാക്കണം. അതിന് ICS ജ്യേഷ്ഠൻ്റെ കൂടെ കുറച്ചുനാൾ താമസിക്കാൻ നിശ്ചയിച്ചു. ജ്യേഷ്ഠൻ്റെ കുടുംബം ഇംഗ്ലണ്ടിലാണ്. അദ്ദേഹം അന്ന് അഹമ്മദാബാദിൽ ജഡ്ജിയായി ജോലി നോക്കുന്നു. ഒരു മണ്ണിൽ നിന്ന് വേറൊരു മണ്ണിലേക്ക് ഞാൻ പറിച്ചു നടപ്പെട്ടിരിക്കുന്നു. അവിടെ വേരുറയ്ക്കണം. എൻ്റെ ലജ്ജാഭാവം എല്ലാറ്റിനും തടസ്സമായിരുന്നു. പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാതിരിക്കാൻ ആർക്കും കഴിയില്ലല്ലോ. മുഗൾ ചക്രവർത്തിമാരുടെ കൊട്ടാരങ്ങളുള്ള ഷാഹിബാഗിലായിരുന്നു കോടതി. പകൽ മുഴുവൻ ജ്യേഷ്ഠൻ അവിടുത്തെ ജോലികളിൽ മുഴുകും. വിശാലമായ മുറികളും നടപ്പാതകളുമുള്ള ആ ഒരു മാളിക ഏറെക്കുറെ ഒഴിഞ്ഞു കിടപ്പായിരുന്നു. മുൻഭാഗത്തുള്ള വലിയ മട്ടുപ്പാവിൽ നിന്ന് നോക്കിയാൽ സബർമതി നദി നീണ്ടു കിടക്കുന്നത് കാണാം. മണൽത്തട്ടകൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞാണ് നദി ഒഴുകിപ്പോകുന്നത്. പഴയകാല ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടിയാണ് അഹമ്മദാബാദ് നഗരം നിന്നിരുന്നത് എന്ന് എനിക്ക് തോന്നി. ക്ഷുധിത പാക്ഷാണം എന്ന കഥ എഴുതാൻ പ്രേരണ ലഭിച്ചത് അവിടെ നിന്നുമായിരുന്നു. എത്ര വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. രാജാക്കന്മാരെ പാട്ടുപാടി ഉണർത്തുന്നവരുടെ ഇടങ്ങളിൽ നിന്ന് ഗാനങ്ങൾ രാവും പകലും കേൾക്കാം. ഓരോ യാമത്തിനും അനുയോജ്യമായ ഈണത്തിലാണ് ഗാനം ആലപിക്കുന്നത്. പാദുഷ ചക്രവർത്തിമാരുടെ അന്തഃപുരങ്ങൾക്ക് കാവൽ നിന്നിരുന്നത് അബിസിനിയക്കാരനായ നപുംസകങ്ങളായിരുന്നു. ഊരിപിടിച്ച വാളുമായി അവർ നിന്നു. ഇന്ന് ഷാഹിബാഗ് അനക്കമറ്റതാണ്. മറന്നുകഴിഞ്ഞ ഒരു യക്ഷിക്കഥ നിറവും ശബ്ദവുമെല്ലാം മാഞ്ഞുപോയി. പ്രതാപകാലത്തിൻ്റെ പുറംചട്ട മാത്രം ബാക്കി കിടക്കുന്നു. 70 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഓർമ്മയിൽ നിന്നും എടുത്തു പകർത്തുന്ന ഈ ചിത്രങ്ങൾ പോലും സത്യവുമായി അടുത്ത് ബന്ധമുള്ളവയാവണമെന്നില്ല. അഹമ്മദാബാദിൽ കുറച്ച് ദിവസമേ ഞാൻ താമസിച്ചുള്ളൂ. എൻ്റെ ഏകാന്തതയും വീടിനോടുള്ള താല്പര്യവും കുറച്ചു കൊണ്ടുവരണമെന്ന് ജ്യേഷ്ഠന് തോന്നി. ബോംബെയിലുള്ള ജ്യേഷ്ഠൻ്റെ സ്നേഹിതൻ്റെ വീട്ടിലേക്ക് അങ്ങനെ എന്നെ അയച്ചു. ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചു വന്ന ഒരു യുവതി ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് കഴിവും അറിവും കുറവായിരുന്നു. അതിനാൽ ആ പരിഷ്കാരി പെണ്ണിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. തനിക്കൊരു പുതിയ പേര് നിർദ്ദേശിക്കാമോ എന്ന് ഒരിക്കൽ അവരെന്നോട് ചോദിച്ചു. അങ്ങനെ ഒരു പേരുമായി ബന്ധപ്പെട്ട് ഞാനൊരു കവിതയും എഴുതി. അത് ഭൈരവി രാഗത്തിൽ അവരെ പാടി കേൾപ്പിക്കുകയും ചെയ്തു. മരണക്കിടക്കയിലാണെങ്കിലും ഈ പാട്ട് കേട്ടാൽ ഞാൻ ഉണർന്നു വരും എന്ന് ആഹ്ലാദവതിയായി അവർ എന്നോട് പറഞ്ഞു. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ സ്ത്രീകൾ ഭംഗിയായി സംസാരിക്കുമെന്നതിനുള്ള ഉദാഹരണമാണ് ഇത്. എൻ്റെ രൂപഭംഗിയെപ്പറ്റി പ്രശംസിച്ചതും അവരായിരുന്നു. രവി, നീ ഒരിക്കലും താടി വളർത്തരുത്. ജന്മനാലുള്ള സൗന്ദര്യം അത് മറച്ചു കളയും എന്നും അവർ പറഞ്ഞു. അത് ഞാൻ അനുസരിച്ചില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കൽക്കത്തയിലില്ലാത്ത പല പക്ഷികളും അവിടെ കൂടുകെട്ടി പാർത്തിരുന്നു. ഏതോ വനപ്രദേശങ്ങളിൽ നിന്നും അവ പഠിച്ചുകൊണ്ടുവന്നിരുന്ന പാട്ടുകൾ എനിക്ക് മനസ്സിലായി. ജീവിതയാത്രയിൽ അപ്രതീക്ഷിതമായി പലരും കടന്നു വന്നേക്കാം. എല്ലാം മെച്ചപ്പെടുത്തിയേക്കാം. ഒന്നും കിട്ടിയില്ലെന്നും വരാം. എന്തൊക്കെയാണെങ്കിലും വരണ്ട വഴികളിൽ ചില നീർച്ചാലുകൾ കാണിച്ചു തരാതിരിക്കില്ല. അതാണ് ജീവിതത്തിൻ്റെ ധന്യത. ചാപ്റ്റർ 15. ബാല്യകാലം ഞാൻ വിവരിച്ചു കഴിഞ്ഞു. അതിൽ മറുനാട്ടിലെ കലർപ്പൊന്നുമില്ല.
വീടും വീട്ടിലുള്ളവരും ഉണ്ടാവും. വ്യക്തിജീവിതം കരുപ്പിടിപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ. ചിലർ പുസ്തകപ്പുഴുക്കളായി രൂപം കൊള്ളുന്നു. അവരെ മികച്ചവരായി ജനം കാണുകയും ചെയ്യുന്നു. ഒരു യന്ത്രം പോലെ ഒന്നും അഭ്യസിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ അന്ന് പണം കുറവായിരുന്നു. എങ്കിലും പേരിനും പെരുമയ്ക്കും കുറവില്ലായിരുന്നു. ആചാരങ്ങളെല്ലാം അനുസരിക്കേണ്ടതുമായിരുന്നു. എങ്കിലും സാധാരണ രീതിയിലുള്ള വിദ്യാഭ്യാസത്തെ ഞങ്ങൾ അനുകൂലിച്ചില്ല. നോർമൽ സ്കൂളിലെ പ്രാഥമിക ക്ലാസുകൾ കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഡിക്രൂസിൻ്റെ ബംഗാൾ അക്കാദമിയിലേക്കാണ്. മറ്റൊന്നുമില്ലെങ്കിലും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുമല്ലോ എന്ന് രക്ഷിതാക്കൾ ആശിച്ചിരുന്നു. ലാറ്റിൻ പഠനം എന്നെ ഉണർത്തിയതേയില്ല. വിധവയുടെ വസ്ത്രം പോലെ നോട്ട് പുസ്തകത്തിലെ കടലാസുകൾ ബാക്കി കിടന്നു. അവൻ വരുന്നത് പഠിക്കാനല്ല, ഫീസ് തരാൻ മാത്രമാണ് എന്ന് ക്ലാസ് അധ്യാപകനോട് ഡിക്രൂസ് പറയുക പോലും ഉണ്ടായി. കുമാരസംഭവം കാണാതെ പഠിപ്പിച്ചത് ജ്ഞാനബാബുവാണ്. മക്ബത്ത് തർജ്ജമ ചെയ്യാൻ ആവശ്യപ്പെട്ടതും അദ്ദേഹം തന്നെ. ശാകുന്തളം വായിപ്പിച്ചത് രാമസർവസ്വമാണ്. പാഠഭാഗത്തിനപ്പുറമുള്ള പഠനത്തിന് കുറേയൊക്കെ ഫലമുണ്ടാക്കാൻ കഴിഞ്ഞു. മനസ്സിനും ബുദ്ധിക്കും വളർച്ച തന്നത് ഇത്തരം പുസ്തകങ്ങളായിരുന്നു. കൂടെ ഞാൻ തേടിപ്പിടിച്ച് കൊണ്ടുവരുന്ന ബംഗാളി പുസ്തകങ്ങളും. ഇംഗ്ലണ്ടിലെത്തിയതോടെ ഒരു ചിട്ട ജീവിതത്തിൽ വരാൻ തുടങ്ങി. ചേട്ടത്തിയുടെ കൂടെയാണ് അവിടെ ഞാൻ താമസിച്ചത്. കഥകൾ പറഞ്ഞും വീട്ടുകാര്യങ്ങളിൽ ഏർപ്പെട്ടും കഴിഞ്ഞുകൂടി. കുറേ ദിവസം ക്ലാസ്സിൽ പോയി. ചിലർ വീട്ടിൽ വന്ന് പഠിപ്പിച്ചു. ഒന്നിലും എനിക്ക് താല്പര്യം തോന്നിയില്ല. പലതിലും ചെന്നു പിടിച്ച് ഒന്നിലുമില്ലാതെ മടങ്ങുകയും ചെയ്തു. വിദേശത്ത് നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ ജനങ്ങളുമായുള്ള ഇടപെടലിൻ്റെ ഫലമായിരുന്നു. ഞാൻ ലണ്ടൻ സർവകലാശാലയിൽ ചേർന്നു. സാഹിത്യം പഠിപ്പിച്ചത് ഹെൻറി മോർലെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മനസ്സിൽ പതിഞ്ഞു. ആ വാക്കുകളിലും ഹൃദയത്തിലും സാഹിത്യം തുടിച്ചു നിന്നിരുന്നു. ലണ്ടൻ സർവകലാശാലയിൽ 3 മാസം മാത്രമേ ഞാൻ പഠിച്ചിരുന്നുള്ളൂ. ഇംഗ്ലീഷ് സാഹിത്യത്തെപ്പറ്റിയും അവരുടെ സംസ്കാരത്തെപ്പറ്റിയും എല്ലാമുള്ള എൻ്റെ അറിവ് സ്നേഹിതന്മാരിൽ നിന്നും സമ്പാദിച്ചതാണ്. ഇംഗ്ലീഷ് ജനതയുമായുള്ള ബന്ധം ജീവിതത്തിൽ കാര്യമായ വ്യത്യാസങ്ങൾ വരുത്തി. ദിവസവും സന്ധ്യ മുതൽ 4 മണിക്കൂർ നേരം സാഹിത്യവും ചരിത്രവും മാറി മാറി വായിക്കണം. മിസ്സിസ് സ്കോട്ട് എന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ധാരാളം കവിതകളും ചരിത്ര പുസ്തകങ്ങളും ഞാൻ വായിച്ചു. ബാരിസ്റ്റർ ആവുന്നതിന് വേണ്ടിയാണ് ഇംഗ്ലണ്ടിൽ പോയത്. അത് നടന്നില്ല. എൻ്റെ ജീവിത രീതി സാരമായി മാറിയതുമില്ല. ആദർശങ്ങൾക്കും മാറ്റമുണ്ടായില്ല. 2 സംസ്കാരങ്ങളും കൂട്ടിച്ചേർത്ത് വളർത്തിയെടുക്കുന്ന പ്രവർത്തനത്തിലാണല്ലോ പിന്നീട് ഞാൻ ഏർപ്പെട്ടത്. ഇങ്ങനെ രവി എന്ന എൻ്റെ പേര് അർത്ഥവത്താക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. കാബൂളിവാലയും മറ്റു കുട്ടിക്കഥകളും എന്ന ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം തൻ്റെ ജീവിതകഥയാണ് നമുക്കായി അവതരിപ്പിച്ചു തന്നത്. ഏവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.